CPI നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിനു തന്നെ വിട്ടുനൽകും. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന ബന്ധപ്പെട്ട് പെൺമക്കൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. വിഷയം മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞത്. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വൈദ്യ പഠനത്തിന് വിട്ടു നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മക്കളായ ആശ ലോറൻസും സുജാതയുമാണ് അപ്പീൽ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകണമെന്ന ആഗ്രഹം MM ലോറൻസ് മകൻ ML സജീവിനോട് പറഞ്ഞതായുള്ള 2 സാക്ഷിമൊഴി പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ടായത്. MM ലോറൻസിന്റെ ശരീരം വൈദ്യ പഠനത്തിനായി തന്നെ ഉപയോഗിക്കും. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 21-നാണ് മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് അന്തരിച്ചത്. സമരതീക്ഷ്ണമായ ആ രാഷ്ട്രീയ ജീവിതത്തിന് ചേരാത്ത വിധമായിരുന്നു സംസ്കാര ചടങ്ങിലെ നാടകീയ സംഭവ വികാസങ്ങൾ. മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള മകൻ ML സജീവന്റെ തീരുമാനത്തെ പാർട്ടി പിന്തുണച്ചു. പൊതുദർശനം നടന്ന എറണാകുളം ടൗൺ ഹാളിൽ പ്രതിഷേധവുമായി മകൾ ആശ ലോറൻസ് എത്തിയതോടെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ആശയെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് അന്ന് മൃതദേഹം ടൗൺ ഹാളിൽ നിന്നും കൊണ്ടുപോകാനായത്. പിന്നാലെ ആശ ലോറൻസ് കോടതിയെ സമീപിച്ചു. ഹർജിയിൽ തീർപ്പാകും വരെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാൻ ഉത്തരവായി. ഹൈക്കോടതി ഹർജി തള്ളി ശരീരം പഠനത്തിനായി വിട്ടു നൽകി. ഇതിനെതിരെ ആശ ലോറൻസ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. മറ്റൊരു മകളായ സുജാത ബോബനും മൃതദേഹം സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. കുടുംബവും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹ, ജനന, മരണ ചടങ്ങുകളെല്ലാം പള്ളികളിലാണ് നടന്നതെന്നും അസുഖബാധിതനായി കിടന്ന സമയത്ത് ലോറൻസ് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെന്നതുമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പെൺമക്കളുടെ അപ്പീൽ. സാക്ഷിമൊഴികളെ മാത്രം വിശ്വാസത്തിലെടുത്ത് സിംഗിൾ ബെഞ്ച് പ്രഖ്യാപിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് മുതിർന്ന അഭിഭാഷകനെ മധ്യസ്ഥനായി നിയമിച്ചു. എന്നാൽ മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതായി അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്നാണ് അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. അങ്ങനെ 2 മാസം നീണ്ട നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ വിരാമമായത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അനുവദിച്ചില്ല. കേരള അനാട്ടമി ആക്ട് പ്രകാരം മതിയായ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാൻ മകൻ സജീവൻ തീരുമാനിച്ചതെന്ന് കോടതി കണ്ടെത്തി. മരണസമയത്ത് ഒപ്പമുണ്ടായവരോട് തന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാൻ രേഖാമൂലമോ വാക്കാലോ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കാമെന്നാണ് നിയമം. കൂടാതെ അടുത്ത 2 ബന്ധുക്കളുടെ സാക്ഷിമൊഴിയും തർക്കം പരിഹരിക്കാൻ രൂപീകരിച്ച മെഡിക്കൽ കോളേജ് സമിതിയുടെ റിപ്പോർട്ടും കോടതി കണക്കിലെടുത്തു. സെപ്റ്റംബർ 21-ന് മരണം, 2 മാസത്തിന്റെ അനിശ്ചിതത്വം. ഒടുവിലിപ്പോൾ MM ലോറൻസിന്റെ അന്ത്യാഭിലാഷമനുസരിച്ച് ശരീരം വൈദ്യപഠനത്തിന് തന്നെ കൈമാറാൻ കോടതിയുടെ തീർപ്പ്. ഇപ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിൽ ഫോർമാലിൻ ലായനിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് MM ലോറൻസിന്റെ മൃതദേഹം. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.